ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുരിങ്ങയ്ക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 3 മുരിങ്ങയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ സവാള 3 എണ്ണം, അല്ലെ വലിയ സവാള 2 എണ്ണം പൊടിയായി അരിഞ്ഞത്, പച്ചമുളക് ഇത്രയും നമ്മൾ എടുത്തു. ഇനി നമുക്ക് അരപ്പിനായിട്ട് ചെറിയ 1 കപ്പ് തേങ്ങ തിരുമിയത്, 3-4 വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും എടുത്തു. ഇനിയും ഒരു ചീനിച്ചട്ടിയിൽ നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽ മുളകും ഇട്ട് കൊടുക്കുക. പിന്നെ കടുക് വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചോറ് വെക്കുന്നതിൻ്റെ 1 സ്പൂൺ അരിയില്ലേ, അത് നന്നായിട്ട് കഴുകിയിട്ട് അതിലിട്ട് ആ അരി നന്നായിട്ട് മൊരിച്ച് എടുക്കുക. അതിനുശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും നമ്മൾ പാകത്തിന് ഉപ്പുമാണ് നമ്മൾ ചേർക്കുന്നത്. മുളക് പൊടി വേണ്ട, മഞ്ഞിച്ചാണ് തോരൻ ഇഷ്ടമെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ട, പച്ചമുളക് മാത്രം മതി. ഇച്ചിരി നിറം തോരന് വേണമെന്നുള്ളവർ മുളക് പൊടിയും കൂടെ ചേർക്കുക. ഇപ്പം നമുക്ക് നമ്മുടെ ഉള്ളി നന്നായി വരണ്ടു വന്നു. അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ മുരിങ്ങക്കോലിട്ട് കൊടുക്കാം. എന്നിട്ട് മുരിങ്ങക്കോലിട്ട് കൊടുത്ത് നന്നായിട്ട് 2-3 പ്രാവശ്യം ഇളക്കി അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് മുരിങ്ങയ്ക്ക ഒന്ന് വാടിയതിന് ശേഷം മാത്രം നമുക്ക് 1 കപ്പ് തിളച്ച വെള്ളം അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിന് മുകളിലായിട്ട് നമുക്കതിൻ്റെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് മുകളിലിട്ട് അടച്ച് വെക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ തേങ്ങയുടെ മുകളിൽ ആവിയൊക്കെ വരും. അതേപോലെ തന്നെ തേങ്ങയും വേവും ഒപ്പം മുരിങ്ങയ്ക്കയും നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വേവും. വെന്ത് കഴിയുമ്പോൾ, അതായത് വെള്ളം വറ്റിയെന്ന് ഉറപ്പാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം തോർന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല രുചിയുള്ള മുരിങ്ങയ്ക്ക തോരൻ ഈ രീതിയിൽ തയ്യാറാക്കാം. ഇപ്പം നിങ്ങൾക്ക് ഈ രീതിയിൽ നമ്മൾ മുരിങ്ങയ്ക്ക അകത്തെടുത്തും തോരൻ ഉണ്ടാക്കാം. ഇതിനകത്തുനിന്ന് ദശ എടുത്ത് നമ്മൾ സാധാരണ ചിലർ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടെ രുചി. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ കമൻറ്റുകൾ നൽകണം. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് വിലപ്പെട്ടതാണ്. താങ്ക് യു.